ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ഈ കോളേജിനുള്ളിൽ പണി തീരാത്ത ഒരു കെട്ടിടത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതും പ്രാഥമികമായ ഒരു വിലയിരുത്തൽ പ്രകാരം ഇതൊരു പുരുഷന്റെ മൃതദേഹമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതും. അതേപോലെ തന്നെ ഇന്ന് രാവിലെയാണ് നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഈ മൃതദേഹം കണ്ടെത്തുന്നതും. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം കോളേജ് ഉടമയായ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് പോലീസ് ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നതും. അതുപോലെ തന്നെ നെടുമങ്ങാട് മുല്ലശ്ശേരി വേങ്കോട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോളേജിലാണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നതും. രാത്രിയോടെയായിരുന്നു സംഭവം നടക്കുന്നതും രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നതും. അതുപോലെ തന്നെ ആത്മഹത്യയാണോ എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം വരുന്നതും. നെടുമങ്ങാട് പോലീസും ഫോറൻസിക് സംഘവും ചേർന്നിപ്പോൾ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അബ്ദുൾ അസീസ് താഹയുടെ മൊബൈൽ ഫോണും ഇദ്ദേഹം ഈ മൃതദേഹം കിടക്കുന്നതിന് തൊട്ടടുത്തായി തന്നെ അദ്ദേഹത്തിന്റെ ഫോണും കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാറും പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഇദ്ദേഹം ആത്മഹത്യക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു കാരണമായി പറയുന്നതും കടബാധ്യത കൊണ്ടായിരിക്കാം എന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പണം കൊടുക്കാനുള്ളവർ വന്ന് നിരന്തരമായി തന്നെ ബഹളം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ഈ പണി പൂർത്തിയാക്കാത്ത ഹോളിലിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇദ്ദേഹത്തെ ഇന്നലെ ചില നാട്ടുകാർ കണ്ടതായും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നമുക്ക് ഈ ഒരു കോളേജിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ PA അസീസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അത് PA അസീസ് ട്രസ്റ്റിന്റെ കീഴിൽ 2003 ഈ ഒരു സ്ഥാപനം സ്ഥാപിതമാകുന്നതും. തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെയാണ് കരകുളം എന്ന സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നതും. അതുപോലെ കേരള സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കോളേജ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന എല്ലാ പ്രവേശന പരീക്ഷകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കോളേജിലേക്കുള്ള ഒരു പ്രവേശനം നടക്കുന്നതും. കേരളത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും ഉന്നമനത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച പല സാമൂഹിക രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന അന്തരിച്ച PA അസീസിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ സ്മാരകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ കലാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നതും. അതേപോലെ ചെയർമാൻ ഈ കോളേജിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് മുഹമ്മദ് താഗയാണ്. 2017 കോളേജ് സർക്കാരിന്റെ കീഴിലുള്ള APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും കോളേജിന് ഒരു അഫിലിയേഷൻ ലഭിച്ചിരുന്നു. ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നതും അല്ലെങ്കിൽ 37 ഏക്കർ സ്ഥലത്താണ് ഈ ക്യാമ്പസ് വ്യാപിച്ചു കിടക്കുന്നതും. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ അകലെയാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇതെല്ലാം നിലനിൽക്കെ തന്നെ മറ്റൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ ഒരു ആരോപണങ്ങൾക്ക് വിധേയമാകേണ്ട തരത്തിലോട്ടും ഈ കോളേജിന്റെ പേര് ഇല്ലായ്മ ചെയ്യുന്ന രീതിയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഈ കോളേജ് ഉടമ തന്നെ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് വന്നതെന്നത് ഒരു ദുരൂഹമായി തന്നെ നിഴലിക്കുകയാണ്. സമീപ പ്രദേശത്തുള്ളവർ പോലും മറ്റൊരു രീതിയിലുമുള്ള ഒരു മോശം അഭിപ്രായം ഈ കോളേജിനെ കുറിച്ചോ ഇദ്ദേഹത്തെ കുറിച്ചോ ഒന്നും നൽകിയിട്ടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മറ്റൊരു ജില്ലയായ തൃശ്ശൂരിൽ തന്നെ കൊന്നംകുഴി എന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ കെട്ടിടത്തിൽ നിന്നും വീണൊരു ടാപ്പിംഗ് തൊഴിലാളി മരിച്ച നിലയിൽ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമ്പൈപ്പുഴ സ്വദേശിയായ കുറ്റിച്ചിറ വീട്ടിൽ KV ബാബുവിനെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. തയ്യമ്പുഴയിൽ താമസിക്കുന്ന ബാബുവും മറ്റ് 2 തൊഴിലാളികളും ടാപ്പിംഗ് ജോലികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ തങ്ങി താമസിച്ചിരുന്നത്. അതുപോലെ കാട്ടാന ശല്യമുള്ള മേഖല ആയതിനാൽ തന്നെ ഇവർ രാത്രികാലങ്ങളിൽ കെട്ടിടത്തിന് മുകളിൽ കിടന്നാണ് ഉറങ്ങുന്നതും. അതുപോലെ കൂടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഇന്ന് വെളുപ്പിനെ അവർ ഉറക്കം എണീറ്റ് ആ ഒരു സമയത്ത് ഇദ്ദേഹത്തെ അന്വേഷിച്ചപ്പോഴാണ് ബാബു സമീപത്ത് തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ അതിരപ്പള്ളി പോലീസ് ഇപ്പോൾ മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുപോലെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.